സംസ്ഥാനം വലിയ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും ഇത്ര വലിയ ഒരു ശമ്പള പരിഷ്കരണം നടത്തിയാലെന്ന്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടെന്നും കൂടി നമ്മൾ ഓർക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ എയ്ഡഡ് സെക്ടർ ഇല്ല. അപ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഒക്കെ മാത്രമേ അത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർക്ക് മാത്രം കൊടുത്താൽ മതി. ആ സംസ്ഥാനങ്ങളും അതത് സംസ്ഥാനങ്ങളിൽ ഒരു തീരുമാനം എടുത്തു എല്ലാ 10 വർഷവുമേ ശമ്പള പരിഷ്കരണം നടത്തുന്നുള്ളൂ എന്ന്. പക്ഷേ കേരളത്തിൽ ആ തീരുമാനം ഗവൺമെൻറ് എടുക്കാൻ പറ്റിയില്ല. തോമസ് ഐസക്കിന് നന്നായിട്ട് സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഈ 5 വർഷ ശമ്പള പരിഷ്കരണം അത് പാർട്ടി സമ്മതിക്കത്തില്ല. തോമസ് ഐസക്കിൻ്റെ മാത്രം തീരുമാനമായിരിക്കത്തില്ലല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനം. അപ്പോൾ ഈ പാവപ്പെട്ടവനാണ് കൂടുതൽ നികുതി കൊടുക്കുന്നത് ഖജനാവിലേക്ക്. അങ്ങനെയുള്ള പാവപ്പെട്ടവൻ അവകാശമാണ് ഈ പറയപ്പെട്ട 1600 രൂപ എന്ന് പറയുന്നത്. അത് അവകാശമല്ലെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ധനമന്ത്രിയുടെ അടുത്ത് ഈ മദ്യത്തിൻ്റെ വില ഇനിയും കൂട്ടരുത്. ഇപ്പം മറ്റ് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ ഉയരത്തിലാണ്. ഇത്ര സീറോ പെർഫോമൻസിലേക്ക് പോയ വേറെ ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് സെക്രട്ടേറിയറ്റിൽ ഭരണം നടത്താതെ കേരളീയം നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് കേരളം മുഴുവൻ ഇവർ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുക. ഈ GST വന്നു, അയ്യോ GST വന്നതുകൊണ്ട് കേരളത്തിന് വരുമാനമില്ല. അതെന്തൊരു ശുദ്ധ അസംബന്ധമാണെന്നറിയാം. കാരണം GSTയിലേക്ക് കയറാത്ത 55% നികുതി സാധ്യതകൾ ഇപ്പോഴും കേരളത്തിൻ്റെ ഓരോ സംസ്ഥാനത്തിൻ്റെയും കയ്യിലിരിക്കുകയാണ്. ഇതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നില്ലേ? രാജ്യത്തെ ജനങ്ങളെ ഇത്രയധികം വിഡ്ഢികളാക്കാനായിട്ട് തെരഞ്ഞെടുത്തയച്ച ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ കഴിയുന്നു? എന്നിട്ടും അവർ വീണ്ടും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുൻപിൽ ചെല്ലുകയാണ്, മുഖമൊക്കെ മിനുക്കി ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. ഇത് വലിയൊരു അത്ഭുതമാണ് നമുക്ക് തോന്നുക. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മേരി ടീച്ചർ. മേരി ടീച്ചർ എല്ലാവർക്കും സുപരിചിതയാണ്. ചാനലുകളിൽ സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കുന്ന മുഖം, ധനകാര്യ മാനേജ്മെൻറ്റിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പറ്റിയ പാളിച്ചകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടുന്ന ടീച്ചറിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും ഇടതുപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നു. UDF നേതാക്കളുമായി വ്യക്തിപരമായി പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ മേരി ജോർജ് ടീച്ചറിനെ തീർച്ചയായും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാക്കണമെന്ന്. കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിലും UDF നേതാക്കളുടെ ഉള്ളിലുമൊക്കെ അത്തരമൊരു ചിന്ത കടന്നുകൂടിയിട്ടുണ്ടെന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലായി. കാരണം UDFൽ ഇത്രയേറെ ആർജവത്തോടെ ധനകാര്യ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രഗത്ഭൻ ഇപ്പോൾ ആ ക്യാമ്പിലില്ല. പണ്ട് LDFൻ്റെ ഒരു സാമ്പത്തിക വിദഗ്ധനൊക്കെയായി അറിയപ്പെട്ടിരുന്നത് തോമസ് ഐസക്കാണ്. പക്ഷേ ഒടുവിൽ കയറ് വിരിച്ചതുപോലെ ഒന്നുമില്ല. അഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉട്ടോപ്യൻ ഐഡിയകൾ കേരളം പുച്ഛിച്ചു തള്ളി. പലപ്പോഴും ധനകാര്യ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം വിലയിരുത്താൻ സാധാരണക്കാർക്ക് പോലും കഴിയുന്നു എന്ന തോന്നൽ ഐസക്കിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടായി. കേരളം ഒരു പടുകുഴിയിലാണ് എന്ന് ടീച്ചർ തന്നെ പലപ്പോഴും സൂചിപ്പിക്കുന്നു. ടീച്ചർ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായി ആ ഒരു ഭരണത്തിലിരുന്ന കേരളത്തെ രക്ഷപ്പെടുത്തും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ അഭിമുഖം തുടങ്ങാം. എന്താണ് കേരളത്തിന് സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം കാലങ്ങളായി വരുത്തി വെച്ചതാണോ, അതോ ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണമായും പിടിപ്പുകേടാണ്? ഈ തുടർ ഭരണം നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ ദുരന്തമാണോ? തുടർഭരണം സമ്മാനിച്ച ദുരന്തമാണ് ഇത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇടതുപക്ഷത്തെ മാത്രം നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഇപ്പോഴത്തെ ഈ ധനപ്രതിസന്ധിയുടെ ആരംഭം എന്ന് പറയുന്നത് 1997-98 5ാം കേന്ദ്ര ശമ്പള പരിഷ്കരണമാണ്. 5ാം കേന്ദ്ര ശമ്പള പരിഷ്കരണം എന്ന് പറയുമ്പോൾ 40% മുതൽ 60% വരെ വർധനവാണ് ശമ്പളത്തിൽ ഒറ്റയടിക്ക് കൊണ്ടുവന്നത്. അപ്പം കേന്ദ്രം അങ്ങനെ ഒരു ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നതോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിലെയും ജീവനക്കാർ ഞങ്ങൾക്കും അതുപോലെ ശമ്പള പരിഷ്കരണം വേണമെന്ന് പറയുന്നു. കാരണം 97-98 കാലത്തൊക്കെ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്താണെങ്കിലും വളരെ താഴ്ന്ന ശമ്പള നിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ശമ്പള പരിഷ്കരണം കേന്ദ്രം തീരുമാനിച്ചത്. അത് പക്ഷേ വിനയായി എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെ ആലോചിച്ചു, അങ്ങനെ തന്നെ വാശി പിടിച്ചു. യൂണിയനുകളൊക്കെ ശക്തമായിട്ട് വാദിച്ചു. അവസാനം കേന്ദ്രം വഴങ്ങിയതുപോലെ സംസ്ഥാനങ്ങളും വഴങ്ങേണ്ടി വന്നു. കേരളത്തിലേക്ക് എത്തിയപ്പോൾ 97-98 കാലത്ത് LDF ആണ് ഭരിച്ചിരുന്നത്. അപ്പോൾ LDF തത്വത്തിൽ അംഗീകരിച്ചു ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാം കേരളത്തിലും, പക്ഷേ ഞങ്ങൾ അടുത്ത ഭരണത്തിൽ വരട്ടെ എന്ന് പറഞ്ഞ്
അവർ പിന്നെ പടിയിറങ്ങി അടുത്ത ഭരണത്തിൽ വന്നത് UDF ആണ്. ഇവിടെ സാധാരണ സംഭവിക്കാറുള്ളത് നേരത്തെ കൊടുത്തിരിക്കുന്ന വാക്ക് പാലിക്കേണ്ടി വന്നു. അങ്ങനെ വാക്ക് പാലിക്കാൻ വേണ്ടി അന്ന് പിന്നെ നമ്മുടെ AK ആൻ്റണി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹം ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിക്കുന്നു, ഒരു ധവളപത്രം ഇറക്കുന്നു. അതൊക്കെ പറയുന്നുണ്ട് സംസ്ഥാനം വലിയ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും ഇത്ര വലിയ ഒരു ശമ്പള പരിഷ്കരണം നടത്തിയാലെന്ന്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടെന്നും കൂടി നമ്മൾ ഓർക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ എയ്ഡഡ് സെക്ടർ ഇല്ല. അപ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഒക്കെ മാത്രമേ അത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർക്ക് മാത്രം കൊടുത്താൽ മതി. ഇവിടെ എന്ന് വെച്ചാൽ വലിയ വ്യാപ്തമായൊരു എയ്ഡഡ് സെക്ടറുണ്ട്. അപ്പം സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല, എയ്ഡഡ് സെക്ടറിലെ സ്കൂളുകൾ, കോളേജുകൾ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പെട്ടവർക്കും കൂടി ഈ ശമ്പള വർധനവും പിന്നെ പെൻഷനും പോകും. കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം വലിയ വ്യത്യാസം. എയ്ഡഡ് സെക്ടർ മറ്റ് സംസ്ഥാനങ്ങളിലില്ല, ഇവിടെ ഉണ്ട്. പക്ഷേ ആ വ്യത്യാസത്തിന് ഒരു മെറിറ്റും ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. അതായത് ഇവിടെ എയ്ഡഡ് സെക്ടറിൽ ഇത്രയധികം നല്ല കലാശാലകളും മറ്റെല്ലാ കിൻഡർ ഗാർട്ടൻ മുതൽ മുകളിലോട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ എഡ്യൂക്കേഷനിൽ 1-ാം സ്ഥാനത്ത് എത്താൻ പറ്റുന്നത്. അതുപോലെ സ്വകാര്യ മേഖലയിലെ ഹെൽത്ത് സപ്പോർട്ട് കൊണ്ടും കൂടിയാണ്, ആരോഗ്യത്തിലും എഡ്യൂക്കേഷനിലുമാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുക്കുമ്പോൾ എപ്പോഴും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ആഗോള തലത്തിൽ ഡെവലപ്ഡ് ഇക്കോണമീസുമായിട്ട് പോലും തുല്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ എയ്ഡഡ് സെക്ടർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല, അത് മോശമാണെന്ന് പറയാനും പറ്റില്ല. പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് നമ്മളെപ്പോഴും റവന്യൂ ചെലവ് വളരെ ഉയർന്നു നിൽക്കും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഇവിടെ റവന്യൂ ചെലവെന്ന് പറഞ്ഞാൽ എന്ത് ചെലവുകളാണ്? ശമ്പളം, പെൻഷൻ, പലിശ. ഈ 3 ചെലവുകളും കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് നമ്മുടെ അയൽ സംസ്ഥാനത്തൊക്കെ 40% താഴെയാണ് ഈ 3 കൂടി വരുന്നത് എങ്കിൽ നമുക്കത് 78-80% ഒക്കെ വരും എന്നുള്ളതാണ്. പിന്നീട് കാലങ്ങളായി 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം ഒരു കൃത്യമായ ഒരു അജണ്ടയാക്കി മാറ്റി പിന്നീടുള്ള സർക്കാർ. അതാണ് കേരളത്തിൻ്റെ വളരെ എന്താ പറയുക, ഞാൻ പറയുകയാണെങ്കിൽ പൊതുജനങ്ങളെ നോക്കി, തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളെ നോക്കി ഒരു ഗവൺമെൻറ് ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്ത ഒരു തീരുമാനമാണ് എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ 5-ാം ശമ്പള പരിഷ്കരണം മൂലം എല്ലാ സംസ്ഥാനങ്ങളിലും ധനപ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. അത് അതിജീവിക്കാൻ ആണ് കേന്ദ്രം ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. തീർന്നില്ല. ആ സംസ്ഥാനങ്ങളും അതത് സംസ്ഥാനങ്ങൾ ഒരു തീരുമാനം എടുത്തു, എല്ലാ 10 വർഷവുമേ ശമ്പള പരിഷ്കരണം നടത്തുന്നുള്ളൂ എന്ന്. പക്ഷേ കേരളത്തിൽ ആ തീരുമാനം ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റിയില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് ട്രേഡ് യൂണിയൻ മിലിറ്റൻസിക്ക് വശംവദരായി എല്ലാ പ്രാവശ്യം 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുകയാണെങ്കിൽ ആ 5 വർഷം കഴിഞ്ഞ് ഇലക്ഷനിൽ ഞങ്ങൾക്കാണ് വോട്ട് തരിക എന്ന മിഥ്യാധാരണ LDF ഗവൺമെൻറ് UDF ഗവൺമെൻറ് ഉണ്ടാകുകയും അങ്ങനെ ശമ്പള പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങൾ 10 വർഷ പരിഷ്കരണത്തിലേക്ക് പോയപ്പോൾ കേരളം 5 വർഷ ശമ്പള പരിഷ്കരണത്തിൽ. അതാണ് കേരളത്തിൻ്റെ കടുത്ത ധനപ്രതിസന്ധിയുടെ കാരണം. അവിടെ 2-3 രാഷ്ട്രീയ ഘടകങ്ങളില്ലേ. ഒന്ന്, 5 ലക്ഷത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥർ, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു 5 പേരെ വെച്ച് ചേർത്താൽ പോലും ഒരു 25 ലക്ഷത്തോളം വോട്ട് ബാങ്ക്, CPM-ൻ്റെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന സർവീസ് യൂണിയനുകൾ, അവരിൽ നിന്ന് കിട്ടുന്ന പാർട്ടി ലെവി, ശമ്പള വർധനവിനോടൊപ്പം പാർട്ടി ലെവിയും അവർക്ക് കൂടുതൽ കിട്ടും, പാർട്ടിക്ക് വരുമാനം കൂടും. അപ്പോൾ ഇത്തരം ഘടകങ്ങളുള്ളപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM-നെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ശമ്പള വർധനവിന് വേണ്ടി നിൽക്കും എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. പക്ഷേ സാധാരണ അങ്ങനെയാണെങ്കിൽ എല്ലാ ഓൾട്ടർനേറ്റിലും, അതായത് ഒരിക്കൽ UDF ആണെങ്കിൽ അടുത്ത 5 വർഷം LDF എന്ന രീതിയിൽ ഇവിടെ വരില്ല. കാരണം UDF ശമ്പള പരിഷ്കരണം നടത്തിയാലും പിന്നെ വരുന്നത് LDF ആകും. ഈ 2016-17 LDF ഗവൺമെൻറ് 19-20 ആയപ്പോഴേക്കും അവരിറങ്ങി അടുത്ത ഇലക്ഷനിൽ ശരിക്കും UDF വരേണ്ടതായിരുന്നു. അത് വന്നില്ല. അത് വരാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം കൂടി സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, 2 ആക്റ്റുകളാണ്. ഒന്ന്, നമ്മുടെ 2005 UPA ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി. രണ്ടാമത്തത് 2013 UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട്. 2019, 20, 21 കാലത്തെ കോവിഡിൽ കേരളത്തിൻ്റെ ഒരുപാട്, അതായത് ഇന്ത്യയിൽ തന്നെ വലിയ തലത്തിൽ
പോപ്പുലേഷൻ്റെ മരണമുണ്ടായേനെ, പട്ടിണി കൊണ്ട് കോവിഡ് കാലത്ത്. പക്ഷെ അതിനെ തടഞ്ഞു നിർത്തിയത് ആ 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട്, UPA സർക്കാർ കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി. കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് പിന്നെ ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ, പഞ്ചസാര, ഇത്രയും സാധനം 68% ജനങ്ങൾക്ക് ഫ്രീ ആയി കൊടുക്കണമെന്നാണ് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ. അതായത് കോവിഡ് പോലത്തെ, അല്ലെങ്കിൽ മഹാപ്രളയം, അതും അല്ലെങ്കിൽ വരൾച്ച ഇതൊക്കെ ഉണ്ടായി കൃഷിനാശവും ഒക്കെ ഉണ്ടായാൽ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സംഭരിച്ചിരുന്ന പയറുവർഗ്ഗങ്ങളും മറ്റുള്ള വസ്തുക്കളും സംസ്ഥാനങ്ങളിൽ ആവശ്യമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാനത്തിന് കൊടുത്തു, സംസ്ഥാനം കിറ്റിലാക്കി ജനത്തിന്. കേരളത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്, കിറ്റിലാക്കി ജനത്തിന് കൊടുത്തു. പക്ഷേ ഇത് ഇങ്ങനെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വഴി കിട്ടിയതാണെന്ന് പറഞ്ഞില്ല. ഇത് എൻ്റെ മിടുക്ക്, എൻ്റെ ജനങ്ങളെ ഞാൻ ചേർത്ത് നിർത്തുന്നത് എന്നാണെന്ന് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞത്. അപ്പോൾ ജനം അത് വിശ്വസിച്ച് അവരതുകൊണ്ട് തന്നെ വോട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് തോമസ് ഐസക് അവസാന ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. അതാണോ നമ്മളെ ഇത്രയേറെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത്? തീർച്ചയായിട്ടും. അതെന്ന് വെച്ചാൽ അത് തോമസ് ഐസക് ശമ്പള പരിഷ്കരണം നടത്തിയത് കൊണ്ടെന്ന് മാത്രം പറയാനില്ല. തുടർച്ചയായിട്ട് ഈ 5 വർഷ ശമ്പള പരിഷ്കരണം, അതായത് ഇവിടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റീസ്, LDF അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയും UDF അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയും എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫിനാൻസ് കമ്മീഷൻസ്, അതുപോലെ ശമ്പള കമ്മീഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷ ശമ്പള പരിഷ്കരണം 10 വർഷമാക്കി മാറ്റണം. അതിന് ടെക്നിക്കലായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് എല്ലാം ഇപ്പോൾ എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത്. പക്ഷേ എന്തുകൊണ്ട് തോമസ് ഐസക്കിന് നന്നായിട്ട് സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഈ 5 വർഷ ശമ്പള പരിഷ്കരണം, അത് പാർട്ടി സമ്മതിക്കത്തില്ല. തോമസ് ഐസക്കിന്റെ മാത്രം തീരുമാനമായിരിക്കത്തില്ലല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനം. തോമസ് ഐസക് വേറെ ഒരു കടം കൊണ്ടാൽ പ്രശ്നമില്ല, എത്ര വന്നാലും കുഴപ്പമില്ല. അഥവാ ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ റിസർവ് ബാങ്കിനോട് പറഞ്ഞ് കുറച്ച് നോട്ട് അടിക്കാം. അത് അദ്ദേഹം തമാശ പറഞ്ഞതായിരിക്കും എന്നാണ് എനിക്ക്. കാരണം റിസർവ് ബാങ്കിനോട് പറഞ്ഞ് നോട്ടടിക്കാൻ പറ്റില്ലെന്നും അത് വളരെ കൃത്യമായ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന കാര്യമാണെന്നും ഈ രാജ്യത്ത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ആണ് തോമസ് ഐസക്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു മണ്ടത്തരമായിട്ട് പറഞ്ഞു കാണില്ല, ഒരു തമാശയായിട്ട് എവിടെയെങ്കിലും പറഞ്ഞത് ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നു. ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടും ഇതുവരെ DA കുടിശ്ശിക കൊടുത്തു തീർക്കാനോ പെൻഷൻ കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാനോ ഈ സർക്കാരിന് കഴിയുന്നില്ല. അപ്പോൾ ഇരട്ടി വിനയായില്ല ഇപ്പോൾ സർക്കാർ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ അതിൻ്റെ ഒരു വിക്ടിമാണ്, ഒരു പെൻഷനർ എന്ന രീതിയിൽ. ഇതുവരെ കിട്ടിയിട്ടില്ല അതിന്. പക്ഷേ അതിനേക്കാൾ ഉപരി ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കൊടുത്തു തീർത്തില്ല എന്നതിനേക്കാൾ ഉപരി എന്നെ വേദനിപ്പിക്കുന്ന കാര്യം, ഇവിടെ സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് 1600 രൂപ വീതം പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞത് ഇതാ കഴിഞ്ഞ ദിവസം കോടതിയിൽ തന്നെ ഗവൺമെൻറ് വക്താവ് തന്നെ പറഞ്ഞു ഇതൊരു അവകാശമല്ല, അതായത് സർക്കാരിൻ്റെ ഒരു സഹായം മാത്രമാണ്, ഔദാര്യം എന്ന് പറഞ്ഞില്ല എങ്കിലും സർക്കാരിൻ്റെ ഒരു സഹായം മാത്രമാണെന്ന് പറഞ്ഞു. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. തീർച്ചയായിട്ടും അവകാശം അല്ലെന്ന് പറയാൻ ഒരു ഗവൺമെൻറ്, കാരണം വെച്ചാൽ നമ്മളത് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഒരു പാവപ്പെട്ടവന് 100 രൂപ അല്ലെങ്കിൽ 500 രൂപ ഒരു ദിവസം കൂലി കിട്ടുന്നതിരിക്കട്ടെ, 501 രൂപയും അന്ന് തന്നെ വിപണിയിൽ ചെലവഴിക്കും. അതേസമയത്ത് മുകേഷ് അംബാനിയെ പോലുള്ളൊരു വലിയ ധനികൻ, അയാളുടെ ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ 0.0000 അങ്ങനെ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ വിപണിയിൽ ചെലവഴിക്കൂ, ബാക്കി ബാങ്കിൽ കിടക്കും. അപ്പോൾ ഈ പാവപ്പെട്ടവനാണ് കൂടുതൽ നികുതി കൊടുക്കുന്നത് ഖജനാവിലേക്ക്. അങ്ങനെയുള്ള പാവപ്പെട്ടവൻ അവകാശമാണ് ഈ പറയപ്പെട്ട 1600 രൂപ എന്ന് പറയുന്നത്. അത് അവകാശമല്ലെന്ന് പറയാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അല്ല, നമ്മൾ പടുകുഴിയിലാണ് എന്നതിൽ സംശയമില്ല. ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമോ കേരളത്തിന്? ഇതിൽ നിന്ന് തീർച്ചയായിട്ടും കരകയറാൻ പറ്റും. കേന്ദ്രം പണം കൊടുക്കാത്തത് കൊണ്ടാണോ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എല്ലാം? അല്ല, കേന്ദ്രം പണം കൊടുക്കാത്തത് സർക്കാർ അതിന് വേണ്ട ഉപാധികൾ പാലിക്കാത്തത് കൊണ്ടാണ്. കേന്ദ്രം പണം കൊടുക്കാനുണ്ട് ഒരുപാട്, പക്ഷെ അതൊക്കെ ഉപാധികൾ പാലിക്കാത്ത. കേന്ദ്രത്തിന്റെ ഔദാര്യം വേണ്ട, ഞങ്ങൾ കടം മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു കാരണവശാലും കടം മേടിക്കാനും, അധികം കടം മേടിച്ചാലുണ്ടല്ലോ അവസാനം ബെയിൽ ഔട്ട് ചെയ്യേണ്ടത്. ഏത് കടം എടുത്താലും നമ്മൾ ഓർക്കണം, ഇപ്പോൾ നമുക്ക് CAG പറഞ്ഞിരുന്ന കാര്യം 2016-17 കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും വായ്പ എടുക്കാനുള്ള തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് അസംബ്ലിയിൽ വെച്ച് പാസ്സാക്കി എടുക്കുന്ന സമയത്ത് തന്നെ CAG
ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇങ്ങനെ കടമെടുക്കുന്നത് സുതാര്യമല്ല, ഇതിൻ്റെ ഭാരം വീഴുന്നത് അടുത്ത ജനറേഷനിലേക്കാണ്, ഇത് ഉയർന്ന പലിശ കൊടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. തന്നെയുമല്ല, ഇത് ബജറ്റിനകത്താണെന്നും കൂടി CAG ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ കിഫ്ബി പണം കടമെടുക്കുന്നത് ബജറ്റിനകത്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മസാല ബോണ്ടിൻ്റെ പണം ഖജനാവിൽ നിന്നെടുത്ത് തിരിച്ചടച്ചു ആണല്ലോ. അത് കൂടാതെ തന്നെ വളരെ സിമ്പിളായിട്ട് എന്തുകൊണ്ടാണ് മസാല ബോണ്ടിൽ 2150 കോടി രൂപ മറ്റേ CDPQ എന്ന ജർമ്മൻ പെൻഷൻ ഫണ്ട് അതോറിറ്റി ഇൻവെസ്റ്റ് ചെയ്തത്? കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ ബോണ്ടാണ്. മസാല ബോണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് റോയ് മോനോ മേരി ജോർജോ അടിച്ച ബോണ്ടല്ല, ഇത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ബോണ്ടാണ്. ആ ഗവൺമെൻറ് നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ തിരിച്ചടവ് ഉറപ്പാണ്. ഇനി ആ ഗവൺമെൻറ്റിന് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ ശ്രീലങ്ക പോയതുപോലെ കടക്കണിയിലേക്ക് പോകില്ല. ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്. ദർ ഇസ് എ സെൻട്രൽ ഗവൺമെൻറ്. ആ സെൻട്രൽ ഗവൺമെൻറ് അത് ബെയിൽ ഔട്ട് അവർ ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ കടം മേടിച്ചവരുടെ പണം സെൻട്രൽ ഗവൺമെൻറ് തിരിച്ചടക്കും. പരമാവധി കടമെടുത്ത് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ കേന്ദ്രം രക്ഷിക്കില്ല. അതാണ് പറയുന്നത്. കേന്ദ്രം അങ്ങനെ രക്ഷയ്ക്ക് വരുമെന്ന് അറിയാം. അതുകൊണ്ടാണ് CDPQ ആ 2150 കോടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് നമ്മുടെ അത് വിട്ട പലിശ കുറവൊന്നുമല്ല, 9.72 രൂപ പലിശയാണ്, ഡോളർ അല്ല. അപ്പോൾ അങ്ങനെ പലിശ എന്തായാലും നമുക്കിവിടെ ഒരു 5% താഴ്ന്ന പലിശയ്ക്ക് വായ്പ കിട്ടാവുന്നിരിക്കെയാണ് നമ്മൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ യശസ് ഉയർത്തും എന്നൊക്കെ പറഞ്ഞുള്ള മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ ആർക്കും ചിരി വന്നു പോകും. ഈ തനത് വരുമാനം വർദ്ധിപ്പിക്കാതെ എങ്ങനെ കേരളം പിടിച്ചു നിൽക്കും? തനത് വരുമാനം, അപ്പം നേരത്തെ മിസ്റ്റർ റോയ്മോൻ ചോദിച്ചല്ലോ എങ്ങനെയാണ് നമുക്ക് ഈ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? ഈ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തനത് വരുമാനം വർദ്ധിപ്പിക്കൽ തന്നെയാണ്. അപ്പോൾ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട്? നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനം, ഇത് രണ്ടും ചേർന്നതാണ്. ഇനി നികുതിയായിട്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പം നികുതി വരുമാനം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ധനമന്ത്രിയുടെ അടുത്ത് ഈ മദ്യത്തിൻ്റെ വില ഇനിയും കൂട്ടരുത്. ഇപ്പം മറ്റ് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ ഉയരത്തിലാണ് കച്ചവടം. അപ്പം അങ്ങനെ അത് ഞാനത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങൾ, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിലൊക്കെ ടാക്സ് കാസ്കേഡിങ് എന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു പ്രതിഭാസം. എന്താണത്? ഈ സംസ്ഥാനത്ത് ഇപ്പോൾ മദ്യത്തിൻ്റെ വില തന്നെ എടുത്തോളൂ, ഇവിടെ വളരെ ഉയർന്നു നിൽക്കുന്നു. അതേ തന്നെ മദ്യം അയൽ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ താഴ്ന്നു നിൽക്കുന്നു. ഇവിടുത്തെ മദ്യപർ അങ്ങോട്ട് പോയി കുടിക്കുകയല്ല, കുറച്ച് പേര് അവിടെ പോയി കുടിച്ചിട്ട് ആവശ്യമുള്ളത് വണ്ടി പിടിച്ച് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ സെയിലാണ് നഷ്ടപ്പെടുന്നത്, ഇവിടുത്തെ വരുമാനമാണ് നഷ്ടപ്പെടുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് വളരെ നീണ്ടതാണ്. അതായത് നമ്മുടെ എല്ലാ ജില്ലകളും എന്ന് പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി. ഈ കഴിഞ്ഞ വർഷമാണ് നമുക്കറിയാം ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വന്നു മദ്യം ഇടക്കാലത്ത്. വരുമാനം കുറഞ്ഞു പോയത് കൊണ്ടും വിൽക്കപ്പെടാതെ പോയത് കൊണ്ടും ഡിസ്കൗണ്ട് സെയിൽ വരെ നടത്തുക. അപ്പോൾ ഇതൊക്കെ ബുദ്ധിപൂർവമായിട്ട്, അതായത് ഈ കാസ്കേഡിംഗ് ഇഫക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പത്രം, ഒരു വളരെ പോപ്പുലാരിറ്റി ഉള്ളൊരു പത്രം തന്നെ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി അവരുടെ പത്രവാർത്തയായിട്ട് തന്നെ സീരിയലായിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവിക്കും. ഇതിൻ്റെ കാര്യം മാത്രമല്ല, ഇന്ധനത്തിൻ്റെ കാര്യം ഇത് സെയിമാണ്. കാരണം ഇവിടുത്തെ അന്നത്തെ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ തന്നെ ഇവിടെ നിന്ന് കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പോകുന്ന വണ്ടികളോട് പറഞ്ഞിരുന്നു, അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് പെട്രോളും ഡീസലും അടിച്ചുകൊണ്ട് പോരെന്ന് പറഞ്ഞ കിസ്തി നമുക്കറിയാം. അതാണ്. അപ്പോൾ ഈ കാസ്കേഡിങ് ഇഫക്റ്റൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം. പിന്നെ ആണ് ഇങ്ങനെ ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സാമാന്യ ധന തത്വശാസ്ത്ര ബോധമുള്ളവർ, ബഡ്ജറ്റിനെ പറ്റിയൊക്കെ നന്നായിട്ട് ഏകദേശ ഗ്രാഹ്യമുള്ളവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടേ ചെയ്യുള്ളൂ. പലപ്പോഴും ഈ ധനകാര്യമന്ത്രി ബാലഗോപാലിന് എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവവും ധാരണയും നമ്മൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്നു. പക്ഷേ മുൻപ് KM മാണിയെ പോലുള്ളവർ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ മേരി ടീച്ചറിനെ പോലെയുള്ള അതത് മേഖലകളിൽ പ്രഗത്ഭരായവരെ വിളിച്ച് ധാരാളം ചർച്ചകൾ നടത്തുകയും സംവാദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത് ഗവൺമെൻറ് മിഷനറിയെ ഉണർത്തി പ്ലാനിംഗ് ബോർഡിനെയൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ആ ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കാഴ്ച കേരളം കണ്ടതല്ലേ? പക്ഷേ ഇപ്പോൾ എല്ലാം അറിയാമെന്ന ഭാവം, പക്ഷേ കുറേ വിവരക്കേടുകൾ മാത്രം കാട്ടുന്നു. ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണോ എന്ന സംശയം. അതായത് എൻ്റെ വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തെയും ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരൊക്കെ ഈ പണ്ടാരണ്ട് പറഞ്ഞതുപോലെയാണ്,
ഇതേപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ ഇത് അത്ര എളുപ്പമല്ല ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ധാരാളമായിട്ട് ലിറ്ററേച്ചർ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും സംസ്ഥാനത്ത് എന്ത് സംഭവിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, നമ്മൾ കേരളത്തിലെ മാത്രം നോക്കിയാൽ പോരാ. കർണാടക എങ്ങനെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ കടത്തിൻ്റെ തന്നെ സഞ്ചിത കടം 29% താഴെയായിരിക്കണം GSDP എന്നാണ് നിയമം. നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ മാത്രമാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് 36-38 എന്ന രീതിയിൽ, അതായത് 29% നിജപ്പെടുത്തേണ്ട സഞ്ചിത കടം ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് 36-37-38 ഈ തരത്തിൽ പോയിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ് തെക്കേ ഇന്ത്യയിൽ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അത് കൃത്യമായിട്ട് 29% താഴെയാണ്. തമിഴ്നാട്ടിൽ 25% നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും തെക്കേ ഇന്ത്യയിൽ. അല്ല, സർക്കാർ പറയുന്നത് ഇവിടെ ഇൻഡസ്ട്രി വളരുന്നില്ല, കാരണം കേരളത്തിൽ ഭൂമിയുടെ ഒരു അവൈലബിലിറ്റി വളരെ കുറവാണ്, മറ്റ് റിസോഴ്സുകൾ വളരെ കുറവാണ്, അത്തരം ഘടകങ്ങൾ കേരളത്തിൽ കൂലി കൂടുതലാണ്. അപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറമുള്ള ഒരുപാട് പരിമിതികൾ കേരളത്തിനുണ്ട്. കൂലി കൂടുതലാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കൂലി കൂടുതലായതുകൊണ്ട് വ്യവസായങ്ങൾ വരുന്നില്ല എന്ന് പറയുന്ന ന്യായം തെറ്റാണ്. കൂലി കൂടുതൽ വരുന്നതിനേക്കാൾ ഉപരി നമുക്കറിയാം ISROയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന ആ വലിയ ട്രക്കിൻ്റെ മുമ്പിലും നോക്കുകൂലി ചോദിച്ച് നിന്നവരുണ്ട്. എന്നിട്ട് കോടതി ഇടപെട്ടിട്ട് നോക്കുകൂലി കൊടുത്താണെന്ന് തോന്നുന്നു അത് ഇറക്കി. അതായത് അവരുടെ ടെക്നിക്കൽ സാങ്കേതിക മികവുള്ളവർക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ആ അത് മാർക്സ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഓർക്കണം. നിങ്ങൾ പിന്നെ ഇങ്ങനെ, അതായത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ സാങ്കേതിക വിദ്യ വളരുമ്പോൾ നിലവിലിരിക്കുന്ന നേരത്തെ നമ്മൾ പഠിച്ച സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനൊക്കില്ല. അപ്പോൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത് റീസ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, യുവർ സെൽഫ്. അല്ലാതെ നോക്കുകൂലി ചോദിച്ച് മിടുക്കരാകാനല്ല, റീസ്കിൽ യുവർ സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമാണ് ഇവിടെ ഈ നോക്കുകൂലി എന്ന് പറഞ്ഞ ലേബർ മിലിറ്റൻസിയാണ് ഇവിടെ വ്യവസായങ്ങൾ വരുന്നതിനെതിരായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം സാജൻ കണ്ണൂർ സൂയിസൈഡ് ചെയ്ത സാജൻ, ഇവിടെ വെള്ളറട, എവിടെയെല്ലാം എന്തൊക്കെ അത്യാഹിതങ്ങളൊക്കെ പോട്ടെ. കോവിഡ് കാലത്ത് ഈ പേരൂർക്കട എന്താ സംഭവിച്ചത്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പിന്നെ ഇതിൽ വന്ന ധാന്യങ്ങൾ അവിടെ റേഷൻ കടയിൽ പേരൂർക്കട ഇറക്കാൻ സമ്മതിച്ചില്ല. നോക്കുകൂലി ചോദിച്ച് ഒരു രാത്രി മുഴുവനുമായിട്ട് അവിടെ തന്നെ പുറത്ത് കിടക്കേണ്ടി വന്നു. ടീച്ചർ ഈ പറയുന്ന നോക്കുകൂലി CITU INTUC തൊഴിലാളി യൂണിയനുകൾ മാത്രമല്ല, നമ്മുടെ സർക്കാർ ജീവനക്കാർ 5,05,000-ഓളം സർക്കാർ ജീവനക്കാർ. ഇത് സാങ്കേതിക വിദ്യ അത്ര ശക്തമല്ലാതിരുന്ന കാലഘട്ടത്തിലെ എംപ്ലോയി നമ്പറാണ്. അവരുടെ ഇപ്പോൾ സാങ്കേതിക വിദ്യകൾ ഏറി വന്നു, കമ്പ്യൂട്ടറൈസേഷൻ വളരെ ഉച്ചസ്ഥായിയിലായി. ഇവരുടെ എണ്ണം വാസ്തവത്തിൽ ഒരു 1.5-2 ലക്ഷത്തിൽ ലിമിറ്റ് ചെയ്യാമെന്ന് ചില പഠനങ്ങളിൽ പറയുന്നു. ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഓരോ ഓഫീസുകളിലിരുന്ന് നോക്കുകൂലി വാങ്ങുകയാണ്. പഞ്ചായത്തിലിരുന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ നോക്കുകൂലി വാങ്ങുന്നു, അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം നോക്കുകൂലി വാങ്ങുന്നു. ഇങ്ങനെ കേരളത്തിലെ സാധാരണക്കാരെ പലതരത്തിൽ നോക്കുകൂലി കൊണ്ട് പിഴിയുക ഇവരെല്ലാം കൂടി. തീർച്ചയായിട്ടും. അതായത് ശരിക്കും ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ സർക്കാരിൻ്റെ വക്താക്കളിൽ നിന്ന് തന്നെ ഞങ്ങൾ സമാഹരിച്ച ഡേറ്റ അനുസരിച്ച് അന്ന് 37,000-ലധികം എക്സസ് സ്റ്റാഫുണ്ട് സെക്രട്ടേറിയറ്റ് മാത്രം. അപ്പോൾ ഇവരൊക്കെ നോക്കുകൂലി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും പങ്കിട്ട് എന്നുവെച്ചാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഭാഗികമായി മാത്രം തൊഴിൽ ഉപയോഗിക്കുക, ബാക്കി അതായത് അവരുടെ കപ്പാസിറ്റി മുഴുവൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. അഭിജിത്ത് ബാനർജി, ബംഗാളിയായ നോബൽ ലൊറേറ്റ്, 2019 നോബൽ സമ്മാനം കിട്ടിയ MIT-യിലെ പ്രൊഫസർ. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലാണ് ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ വെറുതെ ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ ശമ്പള പരിഷ്കരണമോ ഒന്നും കിട്ടില്ല. അത് എല്ലാം എഫിഷ്യൻസി, പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും. നല്ല പെർഫോമൻസ് ഉള്ളവന് കൂടുതൽ ഇൻക്രിമെൻറ്റ്, പ്രൊമോഷൻ, എല്ലാ സൗകര്യങ്ങളും. അതില്ലാത്തവൻ ഇറങ്ങി പൊക്കോണം. അതാണ്, പിരിച്ചു വിടുകയല്ല ചെയ്യുന്നത്, തന്നെ പിരിഞ്ഞു പോയിക്കോളണം. അതാണ് അവിടുത്തെ. അതുപോലെ ഇവിടെ നമ്മുടെ ഈ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ആദ്യത്തെ പിന്നെ സ്വയറിംഗ് ഇൻ കഴിഞ്ഞിട്ടുണ്ടായ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് ഓർക്കുന്നു, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. ഓരോ പിന്നെ എന്താ പറയുക ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞു വന്നതാണ്. പക്ഷേ പെർഫോമൻസ് ഒട്ടുമില്ല. അതായത് ഇത്ര സീറോ പെർഫോമൻസിലേക്ക് പോയ വേറെ ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് സെക്രട്ടേറിയറ്റിൽ ഭരണം നടത്താതെ കേരളീയം, നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ്
കേരളം മുഴുവൻ ഇവർ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുക. സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഭരിക്കാനാണ് മന്ത്രിമാരുള്ളത്, അവർക്ക് ആസ്ഥാന മന്ദിരങ്ങളുള്ളത്. അങ്ങനെ ഭരിച്ചാൽ മാത്രം, ആസ്ഥാന മന്ദിരം എന്ന് ഞാൻ പറഞ്ഞ കിടക്കുന്ന മന്ദിരമല്ല, സെക്രട്ടേറിയറ്റിൽ ഓരോരുത്തർക്കും ഓഫീസുള്ളത്. 36 മറ്റോ പിന്നെ മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സും 70-ലധികം മൈനർ ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ മന്ത്രിമാർക്ക് 25ഓളം പേഴ്സണൽ സ്റ്റാഫ്, അതുകൂടാതെ അവരുടെ വകുപ്പുകളിൽ 25 അല്ല 30 കൊണ്ട് 37 വരെയുള്ളവരും ഉണ്ട്. അങ്ങനെ അതിനപ്പുറത്ത് വിവിധ വകുപ്പുകൾ ഭരിക്കുന്ന ഈ മന്ത്രിമാർ അവരവരുടെ വകുപ്പുകളിൽ നിന്ന് മറ്റ് ജീവനക്കാരെ ഇങ്ങോട്ട് അവരുടെ പേറോളിലാണ്. പക്ഷെ മന്ത്രിയുടെ ഉപയോഗത്തിന് ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആൾക്ക്. അവർക്കൊക്കെ 2 വർഷം 1 ദിവസവും കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കുന്നു. മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇത്. ഇതിനൊക്കെ ജനം തന്നെ കണക്ക് പറയണം. ടീച്ചർ, ഈ നോക്കൂലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോറി ഉടമ യാദൃശ്യമായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 300ഓളം ആളുകൾക്ക് നോക്കുകൂലി എന്ന വണ്ണം ഓരോ മാസവും കൃത്യമായി പടിയെത്തുന്നുണ്ട് ആ കോറിയിൽ നിന്ന്. അത് പോലീസ് ഉണ്ടാവാം, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പടി കൊടുത്താൽ അവരുടെ ഒരു 10-40 പേർക്ക് കിട്ടും. ഇങ്ങനെ ട്രേഡ് യൂണിയനുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, അവിടുത്തെ സ്ഥലത്തെ ഈ പൊതുപ്രവർത്തകർ എന്നുള്ള പേരിൽ അങ്ങനെയുള്ള കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ കോറി എന്നല്ല, ഏത് ബിസിനസ്, ഏത് ഇടപാടുകൾ തുടങ്ങിയാലും വെറുതെ നിന്ന് പണം വാങ്ങുന്ന വലിയൊരു വിഭാഗമുണ്ട്. നമ്മൾ അങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെ നോക്കുമ്പോൾ, അതുകൂടാതെ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം. അപ്പോൾ ഇതൊരു വല്ലാത്ത നാടായി തോന്നുന്നില്ല റോയി? ഇപ്പം ഞാൻ റോയിയുടെ കാലൊന്ന് തൊട്ട് വന്നിക്കാൻ എനിക്ക് തോന്നുന്നു. എന്താ കാരണം എന്നറിയോ? ഇത്തരം കാര്യങ്ങളാണ് പൊതുജനം അറിയേണ്ടത്. അവരെ വഞ്ചിക്കുന്ന നേതാക്കന്മാർ, രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തിരുന്ന് വഞ്ചിക്കുന്നവർ, അതുപോലെ തന്നെ തൊഴിലാളികളാണെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്നവർ, ഇങ്ങനെ ഇവരുടെ ഒക്കെ പോക്കറ്റ് നിറയ്ക്കുക. ഇവർ ഒക്കെ പോക്കറ്റ് നിറയ്ക്കുമ്പോൾ എവിടെയാണ് പോകുന്നതെന്നറിയാമോ? ക്വാറികൾ ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ട റോയൽറ്റി അതാണ് നഷ്ടപ്പെടുന്നത്. ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്കറിയാം, ഈ നമ്മുടെ ഇവിടെ ഈ എന്താ പറയുക, ഇവിടെ ഒരു വലിയ ക്വാറി മേഖലയുണ്ടല്ലോ, അതെ, മുക്കുന്നിമല, ആ ഭാഗത്ത് മുഴുവനും ഞങ്ങൾ പര്യടനം നടത്തി. ഞാൻ ആ സമയത്തല്ല പര്യടനം നടത്തിയത്, ഞാനൊരു പ്രോജക്റ്റ് ചെയ്തപ്പോഴാണ് കുടുംബശ്രീയുടെ കണ്ട സമുദ്രത്തിലേക്ക് നോക്കുന്നത് പോലെ കല്ല് വെട്ടി തുറന്ന് കൊണ്ടുപോയി. എന്നിട്ട് ആ ക്വാറി ഉടമയ്ക്ക് അവസാനം എന്തോ പരിസ്ഥിതി അവാർഡോ എന്തോ കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഓർക്കുകയാണ്, എനിക്ക് തോന്നുന്നു ഒരു സി രാധാകൃഷ്ണനാണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കേരളം ഫോം ചെയ്യപ്പെട്ടത് പശ്ചിമഘട്ടത്തിലുണ്ടായ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ അഗ്നിപർവ്വതം പൊട്ടിയ ലാവ പിന്നെ ബംഗാൾ ഉൾക്കടലിൽ വീണാണ് കേരളം ഫോം ചെയ്യപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, പരശുരാമൻ, അത് മണ്ടത്തരം. ഇത് പക്ഷേ സത്യസന്ധമായിരിക്കും. അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്, മാത്രവുമല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് വോൾക്കാനിക് ഇറപ്ഷൻ വഴിയാണ് കേരളം അക്കാര്യത്തിൽ വളരെ സമ്പന്നമാണ്. പക്ഷെ ഒരു കാര്യമാണ്, ഇങ്ങനെ പാറ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ വീണ്ടും കേരളം അറബിക്കടലിലേക്ക് തന്നെ പോകുമോ എന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ പറയപ്പെട്ട മുക്കുന്നിമലയിലെ ആ പാറമടകൾ കണ്ടപ്പോൾ, അതുപോലെ എവിടെ നോക്കിയാലും അങ്ങനെയല്ലേ. പക്ഷേ കേരളത്തിന്റെ വികസനത്തിന് വേണം. കേരളത്തിന്റെ വികസനത്തിനല്ലല്ലോ മിസ്റ്റർ റോയ്മോൻ ഈ പാറയെല്ലാം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതെല്ലാം കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുക ചെയ്തിട്ടുള്ള ഒരുപാട് ഭാഗം. പിന്നെ കേരളത്തിന്റെ വികസനത്തിന് എന്ന് പറയുമ്പോൾ തന്നെ 11 ലക്ഷത്തിലധികം വീടുകളാണ് പണിതവ ഇപ്പോൾ ആരും താമസിക്കാനില്ലാതെ കിടക്കുന്നത്. അത് വൃദ്ധസദനങ്ങൾ, വൃദ്ധർ പോലും താമസിക്കുന്നില്ലാത്ത രീതി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ട് ഒരുപാട് റിസോഴ്സസ് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടിട്ടുണ്ട്. പോട്ടെ, സാരമില്ലാതെ ഇവിടെ ഉണ്ടല്ലോ കല്ലും മണ്ണും ഒക്കെ എന്ന് വിചാരിക്കും. അതല്ലാതെ തന്നെ ആവശ്യത്തിലധികം കടത്തിക്കൊണ്ടുപോയ സമയത്ത് ഇതൊന്നും കൺസ്ട്രക്ഷൻ നടന്നത് കൃത്യമായ വരുമാനം ഖജനാവിലേക്ക് വാങ്ങിച്ചില്ല. നേരത്തെ റോയ്മോൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ എണ്ണം അവർക്കെല്ലാം കൈനീട്ടം കൊടുത്ത് അതായത് ഒരു ഞങ്ങളന്ന് പിന്നെ ഈ മാണി സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എഴുതി കൊടുത്തിരുന്നു. അതായത് ഒരു ലോഡ് കല്ലിന് ഒറ്റ പാസ്, ആ ഒരു ലോഡ് ഇറക്കി കഴിഞ്ഞാൽ ആ പാസ് പോയി, അടുത്ത പാസ് വരണം. അങ്ങനെ വരുമ്പോൾ എത്ര ലോഡ് കല്ല് വെട്ടി ഇറക്കിയെന്ന് കൃത്യമായിട്ട് സർക്കാരിന് ലോഡ് പാസ് എപ്പോഴും ഉണ്ട്. പക്ഷെ പാസ് ഫില്ല് ചെയ്യില്ല, ഡേറ്റ് എഴുതിയല്ല, ആ പാസിൽ തിരിച്ചു വരും, അടുത്ത ലോഡ് പോകും. പോലീസുകാർക്ക് അപ്പൊ എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പടിയുണ്ട്, എല്ലാവർക്കും പടി. ഈ സംസ്കാരം കേരളത്തിലുള്ളത്ര വേറെ ഒരിടത്തും ഇല്ല. ഈ ലേബർ മിലിറ്റൻസി കൊണ്ടാണ് 4 പേര് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ആരെയും ഭയപ്പെടുത്തി നിർത്താമെന്നുള്ള ആ ലേബർ മിലിറ്റൻസി അതിവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഇത് പൊതുജനം അറിയുകയും പൊതുജനം പ്രതിരോധിക്കുകയും ഇതിനൊക്കെ എന്താ പറയുക,
ഇതൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഭരണാധികാരികൾ വരികയും ചെയ്യണം, ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മന്ത്രിക്ക് കൂടുതൽ മക്കളുണ്ടെങ്കിൽ തന്നെ കൂടുതൽ കറപ്റ്റ് ആകുമെന്ന്. അങ്ങനത്തെ ഒരു കേസാണ് കേരളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം പിണറായി വിജയൻ 2 മക്കളുള്ളത് കേരളത്തിന്റെ ഭാഗ്യമായിരിക്കും. അയ്യോ ദൈവമേ, അല്ലെങ്കിൽ എങ്ങനെ ഇരുന്നേനെ കേരളത്തിന്റെ കാര്യം. CMRലൊക്കെ നമുക്കറിയാമേ, നമുക്ക് എന്തെല്ലാമൊക്കെ അറിയാം. നമുക്ക് പിന്നെ 10 മക്കളുണ്ടായിരുന്നെങ്കിൽ PRDD ഓഫീസിൽ തീ വന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന്റെ പുറകിലൊക്കെ എന്തൊക്കെ ചെയ്തോ വികാരങ്ങൾ, ആര് വന്ന് തീ ഇട്ടു. അല്ലെ, ഈ കോറി വെച്ച് നോക്കുമ്പോൾ കരിമണൽ വാരുന്ന പരിപാടി ഇതിനേക്കാൾ എത്രയോ മഹാഭീകരമാണ്. 10-50,000 കോടിയുടെ കരിമണൽ തോട്ടപ്പള്ളി മേഖലയിൽ നിന്ന് മാത്രം എടുത്തു. റോയ്മനെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കരിമണൽ എന്ന് പറയുന്നത് ഒരു മേജർ മിനറലാണ്. മേജർ മിനറലിന്റെ റോയൽറ്റി മുഴുവൻ പോകേണ്ടത് കേന്ദ്രത്തിലേക്കാണ്, കേരളത്തിനല്ല. അത് സംസ്ഥാനത്തിനല്ല. സംസ്ഥാനത്തിന് മൈനർ മിനറൽസ് മാത്രം. ഉദാഹരണത്തിന് ക്വാറി, മണല്, ഇത്തരം മൈനർ കേന്ദ്രത്തെയും പറ്റിക്കുന്നു. അത് ആരും അന്വേഷിക്കുന്നില്ലോ എന്ന് ഞാൻ അത്ഭുതം കൂറാറുണ്ട്. ഈ കരിമണൽ ലോബി അവർ കൊടുക്കുന്നുണ്ടാവും റോയൽറ്റി കേന്ദ്രത്തിന്, പക്ഷേ അതൊക്കെ ചെറിയ ഒരു പങ്ക് മാത്രമാകുന്നു. ഇവിടെ മേടിച്ചെടുക്കുന്നതാണ് വളരെ വലിയ തോതിലുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും. പിന്നെ അതുപോലെ നികുതി സമാഹരണത്തിൻ്റെ കാര്യം തന്നെ എടുത്തോളൂ. ഈ GST വന്നു. അയ്യോ, GST വന്നതുകൊണ്ട് കേരളത്തിന് വരുമാനമില്ല. അതെന്തൊരു ശുദ്ധ അസംബന്ധമാണെന്നറിയോ? കാരണം GSTയിലേക്ക് കയറാത്ത 55% നികുതി സാധ്യതകൾ ഇപ്പോഴും കേരളത്തിൻ്റെ ഓരോ സംസ്ഥാനത്തിൻ്റെയും കയ്യിലിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, മദ്യം. കേരളത്തിന് മദ്യത്തിൽ നിന്ന് കിട്ടുന്നത് കേരളത്തിൻ്റെ തനത് വരുമാനത്തിൻ്റെ 25 മുതൽ 30% വരെ മദ്യത്തിൽ നിന്ന്. പക്ഷെ അതൊക്കെ പിടിപ്പുകേട് കൊണ്ട് കളയുകയാണ്. പിടിപ്പുകേട് കൊണ്ട് ഈ പറഞ്ഞ പോലെ കാസ്കേഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാക്കി കുറേ നഷ്ടപ്പെടുന്നു. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഇന്ധനമാണ്. ഇന്ധനം എന്താണ് പറയുക, 20 മുതൽ 25% വരെ ഇന്ധനത്തിൽ നിന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ 1.30, 1.20 എന്ന് വെച്ചാൽ 50%. പിന്നെ ഇലക്ട്രിസിറ്റി നികുതി കേരളം തന്നെയാണ് പിരിച്ചെടുക്കുന്നത്. ലാൻഡ് റവന്യൂ കേരളം തന്നെയാണ് പിരിച്ചെടുക്കുന്നത്. എല്ലാം കൂടെ ഏറ്റവും കുറഞ്ഞ, പക്ഷേ എത്ര കുറഞ്ഞാലും 55% നികുതി വരുമാനം ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ കിറ്റിയിൽ തന്നെയാണ്. മദ്യത്തിൽ നിന്നുള്ള നികുതി, ടീച്ചർ പറഞ്ഞതുപോലെ മദ്യത്തിൽ നിന്ന് വലിയ വിൽപ്പന സാധ്യതകൾ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ ബാറുകളിലൊക്കെ കച്ചവടം കുത്തനെ കുറഞ്ഞു. മദ്യം മേടിക്കുന്നതിന് പകരം യുവജനങ്ങൾ പൊതുവെ ലഹരി പോലെയുള്ള പുതിയ MDMA പോലെയുള്ള മയക്കുമരുന്ന് ഇത്തരം സാധനങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം അവിടെ 100, 250, 300 രൂപ കൊടുത്താൽ അവർക്ക് ആവശ്യത്തിന് ലഹരി കിട്ടും. ഇവിടെ ഒരു വലിയ കുപ്പിക്ക് 1000, 1500 ഒന്നും മുടക്കി നടക്കണ്ട. അപ്പോൾ എളുപ്പമാണ്, കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, അവൈലബിലിറ്റിയും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതും സർക്കാരിൻ്റെ ഒരു നികുതിയെ ബാധിക്കില്ലേ? സർക്കാരിൻ്റെ നികുതിയെ ബാധിക്കും. അതുമാത്രവുമല്ല, സർക്കാരിന് ചിലപ്പോൾ കണ്ടുകാഴ്ചകൾ, ഇപ്പോൾ നേരത്തെ ക്വാറിയുടെ കാര്യം മിസ്റ്റർ റോയ്മൻ പറഞ്ഞില്ല, അതുപോലെ കണ്ടുകാഴ്ച ഈ ലഹരി മാഫിയ കൊടുക്കുന്നുണ്ടെന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. കാരണം പല മേഖലകളിൽ നിന്നായിട്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്കല്ല വരുന്നത്, പോക്കറ്റിലേക്ക് വരുന്ന പണം കാണും. കാരണം ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വരുന്നതിൽ ഒരുപാട് പേര്, അത് ആദ്യം തന്നെ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മൈഗ്രേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാനൊരിക്കൽ ചർച്ചയിൽ മാതൃഭൂമിയിൽ വെച്ചാണെന്ന് എൻ്റെ ഓർമ്മ പറഞ്ഞിരുന്നു, ഇവരെ എല്ലാം രജിസ്റ്റർ ചെയ്യണം, ഇവരുടെയൊക്കെ ഒറിജിൻ ഏത് സംസ്ഥാനത്താണെന്ന് കണ്ടെത്തണമെന്ന്. അപ്പോൾ ഇവിടുത്തെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, ഈ മൈഗ്രേഷൻ സ്റ്റഡീസിലെ ഒരു പ്രാഗൽഭ്യമുള്ളൊരു മാന്യദേഹം തന്നെ പറഞ്ഞു, അതൊക്കെ ഇന്ത്യക്കാരല്ലേ, അതിനെപ്പറ്റിയൊന്നും നമുക്ക് അങ്ങനെ ഈസി അല്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയാണ്. ഇപ്പം പിന്നെ എന്താ, കൊച്ചു കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു, അങ്ങനെ എന്തെല്ലാം കഥകളും. അതുപോലെ മയക്കുമരുന്നിൻ്റെ ഒരു വിളനിലമായി കേരളം മാറിയിരിക്കുന്നു. അതായത് ഗവൺമെൻറ് സ്പോൺസേഡ് മയക്കുമരുന്ന് മാഫിയ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നും നമുക്ക് പറയത്തക്ക രീതിയിലാണ് പലപ്പോഴും കഥകൾ. കാരണം ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ കൈകളായിട്ട് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് പലപ്പോഴും മയക്കുമരുന്നുമായിട്ട് വ്യാപനത്തിൽ കൂടെ നിൽക്കുന്നതും മയക്കുമരുന്ന് കഴിച്ചതിന് ശേഷമുള്ള അതിക്രമങ്ങൾ നടത്തുന്നതും ഒക്കെ ഇന്ന് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും വരാനിരിക്കുന്ന അപകടകരമായ കാലം, അപ്പോഴേക്ക് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം നാട് വിട്ടു പോകുന്നു എന്നുള്ളത് ഒരു സത്യത്തിൽ പറഞ്ഞ ഒരു ആശ്വാസമായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ജീവിക്കുന്ന വൃദ്ധരുണ്ടല്ലോ, ആ വൃദ്ധരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി ഇങ്ങനെ അങ്ങ് പോയാൽ. മറ്റൊരു തലമുള്ളത് ഈ മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ഭരണത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ, ഇവരൊക്കെ അഴിമതികൾ നടത്തുന്നത് നമ്മുടെ നികുതി വരുമാനത്തെ പലതരത്തിൽ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഈ പ്രാവശ്യം നികുതി വരുമാനം കണ്ടോ? സ്പോൺസർഷിപ്പ്, അത് വേറൊരു ഇലക്ട്രൽ ബോണ്ട് അല്ലേ മിസ്റ്റർ റോയ്മോൻ?
ഇലക്ട്രൽ ബോണ്ട് വഴി BJP കളക്ട് ചെയ്തു, മറ്റ് പാർട്ടികൾ കളക്ട് ചെയ്തു. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ അഴിമതി രഹിതർ. ഞാൻ അപ്പോഴത്തേ മനസ്സിലോർത്തു, എന്ത് മണ്ടത്തരായി ഈ പറയുന്നത്. ഈ പിന്നെ എന്താണ് പറയുക, സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്, അതായത് അതിന് ആർക്കാ അവാർഡ് കൊടുത്തതെന്ന് ഓർമ്മയില്ലേ? അതായത് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചീഫിനാണ് അവാർഡ് കൊടുത്തത്, കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത്. ആരായി കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചീഫ്? അദ്ദേഹമായി GST ഒക്കെ കളക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പാകപ്പിഴകൾ വന്നാൽ അതൊക്കെ കണ്ടെത്തി ആ പഴുതുകൾ അടച്ച്. ഉദാഹരണത്തിന് 2023 CAG റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നമ്പർ 3 റവന്യൂ സെക്ടറൽ റിപ്പോർട്ട്, അതിനകത്ത് പറയുന്നത് 28,258.39 കോടി നികുതി കുടിശ്ശിക കിടക്കുന്നു. നികുതിയല്ല, വരുമാന കുടിശ്ശിക. അതായത് ഗവൺമെൻറ് പിരിച്ചെടുക്കാത്തത് 28,258.39 കോടി കുടിശ്ശിക. അപ്പോൾ കേന്ദ്രത്തിന്റെ പുറകെ നടക്കണ്ട, ഇത് പിരിച്ചെടുത്താൽ മതി. അവരും അത് തന്നെയാണ് പറയുന്നത്, ഇത് പിരിച്ചെടുത്താൽ മതിയെന്ന്. അപ്പോൾ അത് പിരിച്ചെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ CAG തന്നെ അതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. CAG പറയുന്നത്, അതായത് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് എക്സസ് സ്റ്റാഫ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ഓഡിറ്റേഴ്സും ഉണ്ട്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ്. ഈ ഓഡിറ്റേഴ്സ് അസോസിയേഷനോട് തന്നെ ഞാൻ ചോദിച്ചു, എന്താ ഈ ഓഡിറ്റിംഗ് നടക്കുന്നില്ലെന്ന് CAG കുറ്റപ്പെടുത്തിയിരിക്കുന്നത്? ശരിയാണ് ടീച്ചറെ, നടക്കുന്നില്ല. ഞങ്ങൾ സർവ്വസന്നാഹങ്ങളുമായിട്ട് ഓഡിറ്റിങ്ങിന് വേണ്ടി ഓരോ വകുപ്പിനെയും അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ നിരുത്സാഹപ്പെടുത്തുന്നു. എന്തുകൊണ്ട് അവർ റോയ്മനെ നമ്മൾ വേറെ എവിടെ അന്വേഷിച്ച് പോകണ്ട, വകമാറ്റി ചെലവഴിച്ച ഫണ്ടിനെ പറ്റി ഓഡിറ്റിംഗ് നടത്താൻ പറ്റുമോ? പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വകമാറ്റൽ, ധൂർത്ത്, ഇതൊക്കെയാണ് സെക്രട്ടേറിയറ്റിൽ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ CAG അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അതായത് കൃത്യമായിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞ് വേണം CAGD ഓഡിറ്റിംഗ് വരാൻ. അപ്പോൾ CAG ഓഡിറ്റിങ്ങിന് വരാനായിട്ട് ഞങ്ങൾ ഇന്ന വകുപ്പുകളിലെ ഓഡിറ്റിങ്ങിന് വരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് സെക്രട്ടേറിയറ്റിലെ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് അതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോഴും ആ വകുപ്പുകൾ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. അപ്പോൾ അതാണ് ഓർമ്മിക്കുക. പല പ്രാവശ്യം റോയ്മൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് എപ്പോഴാണ് ഒരു ഫണ്ട് കിട്ടണത്? ഉദാഹരണത്തിന് നെല്ല് സംഭരിച്ച ഫണ്ട് തന്നെ. അന്ന് നിർമ്മല സീതാരാമൻ ഇവിടെ വരുന്നതിന് മുൻപേ കേന്ദ്ര അഗ്രികൾച്ചറൽ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയോ അങ്ങനെ ഒരാൾ ഇവിടെ വന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടെ നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? 2018 മുതൽ 2023 വരെയുള്ള നെല്ല് സംഭരണത്തിൻ്റെ രേഖകൾ, അതായത് അത് ചെലവഴിച്ചതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തിയിട്ടില്ല. എങ്ങനെ എത്തേണ്ടത്? സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ആ വിലയ്ക്ക് നെല്ല് പിന്നെ എടുക്കുക. അങ്ങനെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ആ നെല്ല് കുത്തി അരിയാക്കി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കുക. അപ്പോൾ അതിന് വരുന്ന മറ്റെല്ലാ ചെലവുകളും ഇതിൻ്റെ റെസീറ്റും എല്ലാം കൂടി ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്ത് കേന്ദ്രത്തിലേക്ക് അയക്കണം. ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇതേ പ്രക്രിയ CAG നടത്തണം. അതായത് ഈ ഓഡിറ്റ് ശരിയാണെന്ന് അതാണ്. അപ്പോൾ അതാണ് അവർ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ ഓഡിറ്റിങ്ങിന് വരുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടും കൂടെ അവിടെ എത്തിക്കഴിയുമ്പോൾ പക്ക. അപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് ആയിട്ട് പണം കൊടുക്കും. ഇത് 2018 മുതൽ 2023 വരെ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങ് ചെന്നില്ല കേന്ദ്രത്തിന്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടാണ് കേന്ദ്രം ആ ഫണ്ട് അലോട്ട് ചെയ്യാതിരുന്നത്. എന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം മുഴുവൻ റിപ്പോർട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷേ ഭാഗികമായിട്ട് കിട്ടി. കാരണം എത്ര കോടി കിട്ടി എന്നുള്ളത് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിക്കാവും പൂർണ്ണമായിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ അത് സംസ്ഥാനത്തിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രം. അതുപോലെ ഗ്രാൻഡ്, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡ് 814 കോടി ഗ്രാൻഡ് കിട്ടേണ്ടടുത്ത് 3 ഗഡുവായിട്ട് കിട്ടേണ്ടത്. ആദ്യത്തെ ഗഡു 212 കോടി. ആ 212 കോടി കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാർച്ചിലും ഒരൊറ്റ പൈസ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിയിട്ടില്ല. അത് സംസ്ഥാനം അതുകൊണ്ട് പിന്നെ വക മാറ്റി ചെലവഴിച്ച് വേറെ ആവശ്യം നടത്തി. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കിട്ടേണ്ട കേന്ദ്ര ഗ്രാൻഡാണ് ഇങ്ങനെ പോയത്. അത് അപ്പോൾ പിന്നെ എങ്ങനെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക? അപ്പോൾ എല്ലാം ഒരു മിസ്മാനേജ്മെൻറ്റ്, എല്ലാം മിസ്മാനേജ്മെൻറ്റ്. അത് കൃത്യമായിട്ട് CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മിസ്മാനേജ്മെൻറ്റ്, ഫിസിക്കൽ എഫേർട്ട് ഈസ്
ടു ദ റോക്ക് ബോട്ടത്തിലാണ് മിസ്മാനേജ്മെൻറ്റ് കിടക്കുന്നത്. അതുകൊണ്ടാണ് 28,858 കോടി പിരിച്ചെടുക്കാതെ നമ്മുടെ തലയ്ക്ക് മുകളിൽ 4 ലക്ഷത്തിലധികം കോടിയുടെ ബാധ്യത നിലനിൽക്കുന്നു. അതെ അതെ, ഓരോ വർഷവും 33,000 തൊട്ട് 37,000 അല്ലെങ്കിൽ 40,000 കോടി വരെ അധിക കടം എടുത്ത് തലയ്ക്ക് മുകളിലേക്ക് നമ്മൾ കൂട്ടുന്നു. ബജറ്റിന് പുറത്ത് കടമെടുക്കൽ വേറെ. അപ്പോൾ ഇതിനൊരു അറുതി എങ്ങനെ ഉണ്ടാവും? ഇതിന് ഒരറുതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് FRBM ആക്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാമെന്ന് തീരുമാനിക്കണം. FRBM ആക്ടിന് അകത്താണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം എങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അത് അറ്റ്ലീസ്റ്റ് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടും. അത്രയും കടമെടുക്കുന്നതിന് കേന്ദ്രം ഒരിക്കലും എതിര് നിൽക്കില്ല. പക്ഷേ കേന്ദ്രം എപ്പോഴായി കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് തന്നെ നമുക്ക് നോക്കാം. ഒരു 20,521 കോടി കടമെടുത്തപ്പോഴേ, അതായത് മാർച്ച് വരെ അത്രയും, കഴിഞ്ഞ ഡിസംബർ വരെ അത്രയും 20,521 കോടി കടമെടുക്കാൻ അനുവദിച്ചിരുന്നത്. അപ്പോൾ ഡിസംബർ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇനി കടമെടുക്കൽ കുറയ്ക്കണം എന്ന് പറയുകയല്ല ചെയ്തത്. ഞങ്ങൾക്കൊരു 30,000 കോടി കടമെടുത്താൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ പോകും. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പദ്ധതി ചെലവ് എന്ന് പറയുന്നത് 25% താഴെ ഇപ്പോഴും കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള അതാണ്. അപ്പോൾ പദ്ധതി ചെലവൊന്നും നടത്താത്ത എന്താ? സംസ്ഥാനത്തു നിന്നുള്ള പദ്ധതി വിഹിതം കൊടുക്കാത്തത് കൊണ്ട് മറ്റ് സംസ്ഥാന വകുപ്പുകൾ, പ്രധാനപ്പെട്ട 36 വകുപ്പുകളുണ്ടല്ലോ, ആ വകുപ്പുകളൊക്കെ 40% താഴെ എന്ന് പറയുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ അവർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഫണ്ടില്ല എന്നും പറഞ്ഞാൽ ആർക്കും കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഊതി വീർപ്പിച്ച് കാണിക്കണമല്ലോ. മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് പദ്ധതി ചെലവ് 90% എന്നൊക്കെ ഊതി വീർപ്പിച്ച് കാണിച്ച് ഗവൺമെൻറ്റിൻ്റെ മുഖം, വികൃതമായിരിക്കുന്ന മുഖം മിനുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വായ്പ തരാതെ പറ്റില്ല എന്നും പറഞ്ഞ് ഇവർ കോടതിയിൽ വരെ പോകേണ്ടി വന്നത്. അപ്പോൾ കോടതി വാദം കേട്ടു, കേന്ദ്രത്തിൻ്റെയും കേട്ടു, സംസ്ഥാനത്തിൻ്റെയും കേട്ടു. കേന്ദ്രം പറയുന്നു സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടാണ്. ഇപ്പോൾ ഫിനാൻസ് കമ്മീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് അരമണിക്കൂർ ചർച്ച ചെയ്താൽ തീരില്ല. സത്യത്തിൽ ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കത്തക്ക പല തെറ്റായ നടപടികളും ഫിനാൻസ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന്, ഫിനാൻസ് കമ്മീഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയാണ് സെസ്സും സർചാർജും ഒക്കെ കണ്ടമാനം കൂട്ടി. അതല്ലാതെ ഫിനാൻസ് കമ്മീഷനിൽ വന്ന പാകപ്പിഴകളും ഉണ്ട്. അതൊക്കെ പക്ഷേ സംസ്ഥാനങ്ങൾ, എനിക്ക് നല്ല കൃത്യമായ ഓർമ്മയുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു ചെയ്തിയിലുണ്ടായ കുഴപ്പം, അത് റോയ് എന്നോട് ചോദിക്കുന്നെങ്കിൽ ഞാൻ പിന്നെ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കടമെടുപ്പിനെ പറ്റി. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര കോടതിയിൽ ചെല്ലുന്നു, കോടതി ഇടപെടുന്നു. അപ്പോഴും കേന്ദ്രം പറയുന്നു ഇത് സംസ്ഥാനത്തിൻ്റെ ഫിസ്ക്കൽ പെർഫോമൻസിൻ്റെ വീക്ക്നെസ്, കുഴപ്പം കൊണ്ടാണ് ഈ സംസ്ഥാനം വളരെ മോശമാണ് ഫിസ്ക്കൽ പെർഫോമൻസ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. റോയ് അങ്ങനെ പറയുമ്പോൾ ഇവിടെ പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഉപഭോക്തൃ സംസ്ഥാനം എന്ന സ്ഥാനത്ത് കേരളം ഒന്നാമതാണ്. ഉപഭോക്തൃ സംസ്ഥാനം എന്ന കാര്യത്തിൽ കേരളം ഒന്നാമതാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് പിരിവിൽ ഒന്നാമത് വരണ്ടേ? പക്ഷേ 7ാം സ്ഥാനത്താണ് കേരളം. അപ്പം അത്രയേറെ നികുതി വെട്ടീര് നടക്കുന്നു. ആ നികുതി വെട്ടീര് നടക്കുന്നത് ഈ ഡോക്ടർ തോമസ് ഐസക്കിന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം തന്നെ, നമുക്ക് ഓർമ്മയുണ്ടാവും, 2006 LDF ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം അവിടെ പാലക്കാട്, അതുപോലെ തന്നെ വാളയാറൊക്കെ ചെക്ക് പോസ്റ്റുകൾ അദ്ദേഹം പോലും കൂടെ പോയി നിന്ന് 100-200 പോലീസുകാരെ വെച്ച് ശരിക്കും വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തതാണ്. എങ്ങനെ എത്ര ഉയർന്ന തരത്തിലാണ് അവിടെ ഈ ടാക്സ് ഇവേഷൻ നടക്കുന്നത്, അതിനുള്ള സാധ്യതകളൊക്കെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ പിന്നെ അദ്ദേഹവും ഒന്നും അനങ്ങിയില്ല. ഇതൊന്നും നടന്നിട്ടില്ലാത്ത രീതിയിൽ ഇതൊക്കെ തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആരെങ്കിലും വിലങ്ങ് വെച്ചതുകൊണ്ടാണോ നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതൊക്കെ അങ്ങനെ നടക്കട്ടെ. കാരണം ഈ മറുവശത്തോടെ ബാക്കിലൂടെ വരേണ്ട പണമൊക്കെ ഇത് നടന്നാലേ വരുവുള്ളേ. നമ്മൾ ക്വാറിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ കുഴഞ്ഞ പ്രശ്നമാണ് ഈ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് സംസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, കേരളത്തിൻ്റെ പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ ഈ കടത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം ഇടപെടുന്നു, സുപ്രീം കോടതി ഇടപെടുന്നു. സുപ്രീം കോടതി പറഞ്ഞു കുറച്ചും കൂടി ഫേവറബിളായിട്ട് നോക്കാൻ സംസ്ഥാനത്തിൻ്റെ കാര്യം. പക്ഷേ അപ്പോഴും സംസ്ഥാനം പറഞ്ഞു കേസ് പിൻവലിച്ചാൽ
പിന്നെ വായ്പ എടുക്കാൻ സമ്മതിക്കാമെന്ന് കോടതി പറഞ്ഞു. അവർക്ക് അവകാശമുണ്ട്. 130 അനുച്ഛേദം അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ അഭയം പ്രാപിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിൽ തെറ്റില്ല. ആ കണ്ടീഷൻ നിങ്ങൾ വെക്കരുത്. അങ്ങനെ പറഞ്ഞ അവസാനം 13,608 കോടി കടമെടുക്കാൻ സമ്മതിക്കുന്നു. ആ 13,608 കോടി എടുക്കാൻ നോക്കുമ്പോഴെന്താ, ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണങ്ങൾ പൂർത്തിയാകാത്തത് കൊണ്ട് 4,866 കോടി എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ബാക്കിയുള്ളതെടുത്തു. ബാക്കിയുള്ളത് കൊണ്ട് ഒന്നും ആകുന്നില്ല. അങ്ങനെ കരഞ്ഞും വിളിച്ചൊക്കെ ഇരിക്കുമ്പോഴേക്ക് ഇതാ ഏപ്രിൽ വന്നു കഴിഞ്ഞു. ഏപ്രിൽ വന്നപ്പോൾ ഇതിപ്പോഴും എന്താ കിടക്കുകയാണ്. 2,000 കോടി എവിടുന്ന് കടം എടുക്കാൻ പോകുന്നു? കോഓപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന്, കേരള ബാങ്ക് വഴി സമാഹരിച്ചെടുക്കാനായിരിക്കും കോഓപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന്. അപ്പം കഴിഞ്ഞ വർഷത്തെ കോഓപ്പറേറ്റീവ് സമാഹരണ വേളയിൽ 24,000 കോടി കോഓപ്പറേറ്റീവ്സ് വഴിയായിട്ട് സമാഹരിച്ചിട്ടുണ്ട്. എടുക്കാം. അതിൽ നിന്ന് 2,000 കോടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൺസോർഷ്യം സമ്മതിക്കുന്നില്ല. എന്താ കാര്യം? 9% പലിശയ്ക്കാണ് എടുക്കേണ്ടത്. എന്താ സമ്മതിക്കാത്തത്? കഴിഞ്ഞ വർഷം എടുത്ത 4,000 കോടി ഒരു വർഷത്തേക്കെന്ന് പറഞ്ഞ് എടുത്തതാ 9.5% പലിശയ്ക്ക്. അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ പലിശ കൊടുത്തേച്ച് ഒരു വർഷത്തേക്കും കൂടെ ദീർഘിപ്പിച്ചു വായ്പ. അപ്പോൾ ഇനി ഇതും അങ്ങനെ ഈ 2,000 കോടി അങ്ങനെ വന്ന അവസാനം അവരുടെ അവസ്ഥ എന്താവും? കരുവന്നൂറൊക്കെ നമ്മുടെ മുമ്പിലിരിക്കുക, കണ്ടലയൊക്കെ. അത് കാരണം കൊണ്ട് മടിച്ചു നിൽക്കുന്നു. ഇനി പക്ഷേ എടുത്തില്ലെങ്കിൽ ഈ പറയപ്പെട്ട 1,600 രൂപ വെച്ച് 2 തവണ ഈ പെൻഷൻ കൊടുക്കാനുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ അത്രയും കൂടി വോട്ട് കുറയും എന്ന പേടിയും കൊണ്ട് ആകെ കടം കയറി ഈ മുടിഞ്ഞ ചില ബിസിനസ്സുകാർ പിന്നെ കൈവിട്ട കളി കളിക്കും. അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരള സർക്കാർ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഈ കരാറുകാർക്ക് കൊടുക്കുന്ന വർക്കുകൾ വാസ്തവത്തിൽ 100 ഇരട്ടിയും 150 ഇരട്ടിയും ഒക്കെ തുകയ്ക്കാണ് ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അവരെടുക്കുന്നില്ല. കാരണം ഇത് പണം എന്ന് തിരിച്ചു കിട്ടുമെന്നറിയില്ല. ചില വർക്കുകളൊക്കെ ഊരാളുകളിന് കൊടുത്തിരിക്കുന്നത് 300 ഇരട്ടിക്കാണ്. കോടതി തന്നെ ചോദിച്ചല്ലോ, ഇതുപോലെ ഈ അതായത് അർഹതയുള്ളതിനേക്കാൾ വളരെ കൂടിയ തുകയ്ക്ക് കരാർ കൊടുക്കുന്ന കാര്യം കേരളത്തിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പിന്നെ ഹൈക്കോടതി ഒരു നമ്മുടെ തലയ്ക്ക് മുകളിൽ വീണ്ടും ഭാരമായി വരികയാണ്. ഇതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നില്ലേ? രാജ്യത്തെ ജനങ്ങളെ ഇത്രയധികം വിഡ്ഢികളാക്കാനായിട്ട് തെരഞ്ഞെടുത്തയച്ച ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ കഴിയുന്നു? എന്നിട്ടും അവർ വീണ്ടും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുൻപിൽ ചെല്ലുകയാണ്, മുഖമൊക്കെ മിനുക്കി ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. ഇത് വലിയൊരു അത്ഭുതമാണ് നമുക്ക് തോന്നുക. എങ്ങനെ ഒരു തൻ്റെയുടെ ഒരു സർക്കാരിന് ഉണ്ടാവുക? ഇവർ ഇനി അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും ഇത് വലിയ അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? റോയ്മൻ ചോദിച്ചതുപോലെ നികുതി സമാഹരണം മാത്രമല്ല, നികുതിയേതര വരുമാനം. ഈ ക്വാറിയൊക്കെ നികുതിയേതരത്തിൽ വരുന്നതാണ്. പക്ഷേ ക്വാറി മാഫിയയുടെ കാര്യം ഓർക്കുമ്പം കഴിഞ്ഞ ഇലക്ഷൻ, അതായത് ലോക്സഭാ ഇലക്ഷന് 85% ക്വാറി മാഫിയ ആകെ കേരളത്തിൽ. സമാനമായ ഒത്തിരി മാഫിയകളുണ്ട് കേരളത്തിൽ, പല തലങ്ങളിലുണ്ട്. ക്വാറി ആയിരുന്നു പിന്നെ അതായത് ഇവരുടെ ഓരോ മേഖലയിൽ നിന്ന് കിട്ടിയ ഫണ്ട് വെള്ളപ്പണം ആക്കിയ ഫണ്ട് അതേ നമുക്ക് പത്രത്തിൽ വരുള്ളൂ. ഇവിടുത്തെ ക്വാറി മാഫിയ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു ചതിവ് ഇപ്പം നടക്കുന്നു. ഈ തമിഴ്നാട്ടിൽ നിന്ന് കള്ളപ്പണ ഇടപാടിലൂടെ വലിയ തോതിൽ അവിടെ നിന്ന് പാറ കൊണ്ടിരുന്നുണ്ട്. അപ്പൊ അത് ഇവർക്കും പണി കൊടുക്കുന്ന പരിപാടിയാണ്. അതെല്ലാം ഈ ചെക്ക് പോസ്റ്റിൽ വെച്ചുള്ള കളക്ഷൻ. എനിക്കറിയാം. പിന്നെ പാറയുടെ വിലയൊക്കെ ഇവിടുത്തെ പാറയുടെ വിലയേക്കാൾ വളരെ ഉയർന്നു നിൽക്കുക. അങ്ങനെ ഒത്തിരി കളികൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അനാവരണം ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ ക്യാമറയും പിടിച്ച് പോകേണ്ടി വരും. തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ ഈ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും പൊതുസമൂഹം തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ ഉൾക്കൊള്ളും. ഇതുപോലെയുള്ള ഒരു പബ്ലിക് ഓഡിറ്റിംഗ് തന്നെയാണ് ഏതൊരു സർക്കാരിനെയും നേർവഴിക്ക് കൊണ്ടുവരുന്നത്. പ്രേക്ഷകർക്കൊരു സംശയം തോന്നാം, ടീച്ചർ എന്നെ എപ്പോഴും റോയ്ബോൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. പ്രേക്ഷകരെപ്പോഴും സോയ്ബോൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സ്നേഹത്തോടെ അതല്ല, വളരെ കാലമായിട്ട് ടീച്ചർ എപ്പോഴും എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ ഞാനതൊരു ഓമനത്വത്തോടെ കേൾക്കുന്ന ഒരു പേരുമാണ്. വളരെ നന്ദി, നമസ്കാരം.